ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 85. ഞാനിന്ന് ഒന്ന് രണ്ട് സംഭവങ്ങൾ, നമ്മുടെ കൺമുമ്പിലുള്ള ചില സംഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം എന്ന് കരുതുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കാണും, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റുകാരനാണ്. ഒരു പാസ്റ്റർ നയിക്കുന്ന ശുശ്രൂഷയിൽ പള്ളിയിൽ, ഒരു പ്രൊട്ടസ്റ്റന്റ് പള്ളിയിൽ അദ്ദേഹം സാധാരണക്കാരുടെ കൂടെ നിന്ന് ലിറ്റർജിയിൽ പങ്കെടുക്കുന്നു. അവരുടെ ലിറ്റർജി അതൊരു കൗദാശിക ലിറ്റർജി അല്ലെങ്കിൽ പോലും ലിറ്റർജിയിൽ പങ്കെടുക്കുന്നു. അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നെങ്കിൽ ബൈഡൻ, അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ, അദ്ദേഹം കത്തോലിക്കനാണ്. കത്തോലിക്ക പള്ളിയിൽ സാധാരണ ജനങ്ങളെ കൂടെ നിന്ന് കത്തോലിക്ക ലിറ്റർജി, അത് കൗദാശിക ലിറ്റർജിയാണ്, അതിൽ പങ്കെടുക്കുന്നു. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാരാണെങ്കിലും എത്ര താഴെയുള്ള കേൾക്കുന്ന ആളുകളാണെങ്കിലും ഒരേ ലിറ്റർജിയിൽ, ഒരേ പന്തിയിൽ പങ്കെടുക്കുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇപ്പം നമ്മൾ ചില അമ്പലങ്ങളിൽ പോയാൽ ചില ആളുകൾക്ക് പ്രവേശനമുള്ളൂ. ചിലയിടത്ത് ചെന്നാൽ കൂപ്പൺ എടുക്കണം, ടിക്കറ്റ് എടുക്കണം, ചിലയിടത്ത് വസ്ത്രം അഴിക്കണം. അങ്ങനെ ഒരുപാട് ആചാരങ്ങളും അങ്ങനെ, അതായത് വിവേചനം നിലനിൽക്കുന്ന പല സംഗതികളുണ്ട്. ചിലർക്ക് സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല, ചിലർക്ക് സ്ത്രീകൾക്ക് കയറാം. ഇങ്ങനെ ഒരുപാട് വിവേചനങ്ങൾ അതിൻ്റെ ആചാരവുമായിട്ട്, അവരുടെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. അപ്പോഴും സാമൂഹികവും സാംസ്കാരികവും ലിംഗപരവുമായ വിവേചനങ്ങൾ ആരാധനയിൽ വരുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവ ലിറ്റർജിയിൽ അങ്ങനെ വരുന്നില്ല, അങ്ങനെ ഒരു വിവേചനമില്ല. എന്തുകൊണ്ട്? തീർച്ചയായിട്ടും കുർബാന സ്വീകരിക്കാത്തവർക്ക് പള്ളിക്കകത്ത് നിൽക്കാൻ പ്രയാസമുണ്ട്, മാമോദിസ സ്വീകരിക്കാത്തവരെ കേട്ടില്ല, അതൊക്കെ ശരിയാണ്. അതിന് കാരണം അവിടെ കുർബാനയുമായിട്ട് ഒന്നാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. എങ്കിലും ശ്രോതാക്കളായിട്ട് വരാം, അപ്പോഴും ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. അവിടെ പദവി ഉണ്ടെന്ന് വെച്ചിട്ട് വിശേഷപ്പെട്ട ഒരു കസേരയിട്ട് കൊടുക്കുന്ന പരിപാടിയില്ല. അമേരിക്കൻ പ്രസിഡന്റും ആ ബെഞ്ചിൽ, കോമൺ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതായത് സാധാരണഗതിയിൽ മാനുഷികമായിട്ടുള്ള, വംശീയമായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള ഇതിനെല്ലാം കവച്ചു വെക്കുന്ന ഒരു ബന്ധം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അതാണ് വാസ്തവത്തിൽ ഇന്നത്തെ ഈ കത്തോലിക്ക സഭയുടെ മതബോധനം 1097 എന്ന ഖണ്ഡികയിൽ പറയുന്നത്. അത് പക്ഷേ വളരെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സംഗതിയാണ്. നമുക്ക് ആ ഖണ്ഡിക കേൾക്കാം, എന്നിട്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. കത്തോലിക്ക സഭയുടെ മതബോധനം 1097. പുതിയ ഉടമ്പടിയുടെ ലിറ്റർജിയിൽ ആരാധനാപരമായ സകല കർമ്മങ്ങളും, വിശേഷിച്ച് ദിവ്യകാരുണ്യത്തിന്റെയും മറ്റ് കൂദാശകളുടെയും ആഘോഷം ക്രിസ്തുവും സഭയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. ദൈവമക്കളെ ക്രിസ്തുവിന്റെ ഏക ശരീരത്തിലേക്ക് ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നിന്നാണ് ആരാധന സമൂഹം അതിന്റെ ഐക്യം പ്രാപിക്കുന്നത്. തീർച്ചയായും ഈ സമാഗമം വംശീയവും സാംസ്കാരികവും സാമൂഹികവുമായ ബന്ധങ്ങളെയെല്ലാം, അതെ, എല്ലാ മാനുഷിക ബന്ധങ്ങളെയും കവച്ചു വെക്കുന്നതാണ്. ഞാനിത് ഇംഗ്ലീഷ് കൂടി ഒന്ന് വായിക്കുകയാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1097. In the liturgy of the new covenant, every liturgical action, especially the celebration of the Eucharist and the sacraments, is an encounter between Christ and the church. The liturgical assembly derives its unity from the communion of the Holy Spirit, who gathers the children of God into the one body of Christ. This assembly transcends racial, cultural, social, indeed all human affinities. ഈ ഖണ്ഡികയിൽ നമ്മൾ എളുപ്പത്തിൽ വായിച്ചു പോയെങ്കിലും ദൈവശാസ്ത്രം, പിതാവായ ദൈവത്തെക്കുറിച്ചുള്ളത്, ക്രിസ്തു ദർശനം, പുത്രൻ തമ്പുരാനെ കുറിച്ചുള്ളത്, റൂഹാശാസ്ത്രം, പരിശുദ്ധ റൂഹായെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളത്, സഭാശാസ്ത്രം, സഭയെക്കുറിച്ചുള്ളത്, പിന്നെ ഇതെല്ലാം കൂടാതെ ഒരു വിപ്ലവാത്മകമായ അതിശയിക്കല്, കവച്ചുവയ്ക്കല്, ഇത്തരം കാര്യങ്ങൾ ഈ ഖണ്ഡികയിലുണ്ട്. നമുക്ക് ഓരോന്നും ചെറിയ തോതിലൊന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്ന്, ക്രിസ്തുശാസ്ത്രം. ക്രിസ്തുവിനെ കുറിച്ച് ഈ ഖണ്ഡികയിൽ, കത്തോലിക്ക സഭയുടെ മതബോധനത്തിന്റെ ഈ ഖണ്ഡികയിൽ ചില കാര്യങ്ങളുണ്ട്. എന്താണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്? ക്രിസ്തുവും സഭയും തമ്മിലുള്ള മൂർത്തമായ, സ്പർശവേദ്യമായ, ദർശനവേദ്യമായ സജീവ കൂടിക്കാഴ്ചയാണ് കത്തോലിക്ക ലിറ്റർജി. ഇതിൽ ഓരോ വാക്കും ഞാനൊന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരിലും ദൈവമുള്ളത് പോലെയല്ല കത്തോലിക്കരുടെ ഉള്ളിൽ പുത്രൻ തമ്പുരാനായ ദൈവം വസിക്കുന്നത്, പരിശുദ്ധ തൃത്വം വസിക്കുന്നത്.
എല്ലാവരും ദൈവമില്ലേ? എല്ലാ സ്ഥലത്തും ദൈവമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു ആത്മീയ സാന്നിധ്യമാണ്, ഒരു സ്പിരിച്വൽ പ്രസൻസ്. എന്നാൽ കത്തോലിക്കരിലുള്ളത്, കത്തോലിക്കർ എന്ന് പറയുമ്പോൾ കൗദാശിക പാരമ്പര്യമുള്ള പൗരോഹിത്യമുള്ള കൂദാശകളുള്ള ഇപ്പം കിഴക്കൻ അസീറിയൻ സഭ, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, ഇതൊക്കെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ശൂറായി സഭ, ഇതൊക്കെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കത്തോലിക്ക ലിറ്റർജി എന്ന് പറയുന്നത് വളരെ മൂർത്തമായ, കോൺക്രീറ്റായ, സ്പർശവേദ്യമായ, തൊടാൻ പറ്റുന്ന, ദർശനവേദ്യമായ, കാണാൻ പറ്റുന്ന, കേൾക്കാൻ പറ്റുന്ന സജീവ കൂടിക്കാഴ്ചയാണ്. എല്ലാവരിലും ഉള്ളത് ഒരു ദൈവം ഇല്ലേ? എല്ലാവരും ദൈവം ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു സ്പിരിച്വൽ പ്രസൻസ്. ദൈവം എല്ലാവരിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ ഒരു സ്പിരിച്വൽ പ്രസൻസ് ആണ്. എന്നാൽ കത്തോലിക്കലിലുള്ളത് കൗദാശിക സാന്നിധ്യമാണ്. അതായത് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വസിച്ചു. 33 വർഷത്തിലേറെ ഈ ഭൂമിയിൽ വസിച്ചു. അന്ന് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവനെ കാണാനും തൊടാനും കേൾക്കാനും ഒക്കെ സാധിച്ചു, വളരെ മൂർത്തമായിട്ട്. ആ മനുഷ്യാവതാരം ലോകാവസാനം വരെ തുടരുന്നതാണ് വിശുദ്ധ കുർബാന തുടങ്ങിയ കൂദാശകൾ. അന്ന് ഈശോയെ കാണുമ്പോൾ മനുഷ്യനാണ്, പക്ഷെ ദൈവമാണ്. ഇപ്പോൾ കാണുമ്പോൾ അപ്പവും വീഞ്ഞുമാണ്, പക്ഷെ അത് കർത്താവാണ്. അന്ന് കർത്താവിനെ തൊട്ടു, മനുഷ്യനെ തൊടുന്നേ, പക്ഷെ ദൈവത്തെയായിരുന്നു. ഇപ്പോൾ നമ്മൾ അപ്പം തൊടുന്നു, വീഞ്ഞ് തിരുരക്തം തൊടുന്നു, ദൈവത്തെയാണ് തൊടുന്നത്. അപ്പോൾ ഈ കത്തോലിക്ക പാരമ്പര്യമുള്ള ആളുകളിലുള്ളത് കൗദാശിക സാന്നിധ്യമാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വസിച്ചവനെയാണ്, അതേ കർത്താവിനെയാണ് തൊടുന്നത്, അതേ കർത്താവിനെയാണ് സ്വീകരിക്കുന്നത്. സ്പർശവേദ്യമായ സാന്നിധ്യം, കൗദാശിക സാന്നിധ്യം. അതുകൊണ്ട് തന്നെ ഈ ലിറ്റർജി, കത്തോലിക്ക ലിറ്റർജി ആചാരമല്ല, വെറുമൊരു ആചാരമല്ല, വെറുമൊരു ചടങ്ങോ പതിവോ അല്ല, സമ്പ്രദായമല്ല, വെറുമൊരു മാനസിക പാരമ്പര്യമല്ല. യഥാർത്ഥവും ഊർജ്ജസ്വലവുമായ കൂടിക്കാഴ്ചയാണ്. രണ്ടാളുകൾ തമ്മിലുള്ള കൂടിക്കാഴ്ച പോലെ സജീവമായ കൂടിക്കാഴ്ചയാണ്. ക്രിസ്തുവും സഭാംഗങ്ങളും പരസ്പരം യഥാർത്ഥത്തിൽ കാണുകയും സ്പർശിക്കുകയും ഒന്നാകുകയുമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ഒന്നുകൂടി പറയേണ്ടതുണ്ട്. നമ്മൾ കുർബാന സ്വീകരിക്കുന്നു. കർത്താവ് എവിടേക്ക് പോണേ? നമ്മുടെ ഉദരത്തിലേക്ക്. എന്നിട്ട് ദഹന പ്രക്രിയയിലൂടെ നമ്മുടെ മാംസത്തിന്റെ മാംസം, രക്തത്തിന്റെ രക്തവുമായിട്ട് മാറുന്നു. ഇതിനേക്കാൾ ആഴപ്പെട്ട ഒരു അഗാധമായ ഒരു ഐക്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ദൈവത്തിന് പോലും ചിന്തിക്കാൻ പറ്റിയില്ല. ഇതിനേക്കാൾ ആഴപ്പെട്ട ഒരു ഐക്യം. നമ്മുടെ മാംസത്തിന്റെ മാംസം, രക്തത്തിന്റെ രക്തവുമാകാൻ അവൻ മാംസരക്തങ്ങളായി മാറി. അതിനവൻ കഴിഞ്ഞത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, അവൻ മരിച്ചത് ഉത്ഥാനം ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ മാംസം, രക്തം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക മാംസമല്ല, ഭൗതിക രക്തമല്ല, പുതിയ ജനസിലേക്കുള്ള ജീവനിലേക്ക് അവൻ കടന്നുപോയി ഉത്ഥാനത്തിലൂടെ. അങ്ങനെ ഒരു പുതിയ ശരീരം കിട്ടി. ഭൂതത്തെ കാണുന്ന പോലെയല്ല. ഞാൻ ഭൂതമല്ല, ഞാൻ പ്രേതമല്ല, ഭൂതത്തിന് ശരീരമല്ലല്ലോ, എനിക്ക് ശരീരമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, നമ്മൾ ആളാണ് ഉയർക്കുന്നത് പറഞ്ഞപ്പോൾ കുറെ പേര് കമന്റ് ഇട്ടു, വിശുദ്ധരുടെ ശരീരം അവിടെ കല്ലറയിലുണ്ട്, ആത്മാവാണ് ഉയർക്കുന്നത്, കർത്താവ് ആത്മാവായിട്ടാണ് ഉയർത്തേ. ഒരിക്കലുമല്ല, ആളായിട്ടാണ് ഉയർത്തത്. അവന് ശരീരമുണ്ട്. ഭൂതമല്ല ഞാൻ, പ്രേതമല്ല ഞാൻ, ഭൂതത്തിന് ശരീരമല്ലെന്ന് കർത്താവാണ് പറഞ്ഞത്. എനിക്ക് ശരീരമുണ്ട്. ആ ശരീരം നമ്മുടെ ഭൗതിക ശരീരമല്ല, പക്ഷേ ശരീരമാണ്. ഇപ്പം ഒരു ചെടി എടുത്താൽ സസ്യജീവന് ചേർന്ന് ശരീരം കൊടുക്കുന്നു. ഒരു മൃഗത്തെ എടുത്താൽ മൃഗജീവന് ചേർന്ന ശരീരം, മനുഷ്യനെ എടുത്താൽ മനുഷ്യജീവന് ചേർന്ന ശരീരം. നമ്മൾ പുതിയ ജനസുള്ള ജീവന് പുതിയ ജനസിന് ചേർന്ന ശരീരം. അതെങ്ങനെ ഇരിക്കുമെന്ന് കൃത്യം പറയാൻ പറ്റില്ല. ഉത്തമനായ കർത്താവിനെ നോക്കിയാൽ മനസ്സിലാകും. വാതിലിൽ അടച്ചിരിക്കുക അവൻ പ്രത്യക്ഷപ്പെടുന്നു, കഥ അടച്ചിരിക്കാൻ പ്രത്യക്ഷപ്പെടുന്നു. അവൻ അനുഭവിച്ചൊക്കെ മാത്രമേ അവന് കാണാൻ പറ്റൂ. പക്ഷെ കാണാം, തൊടാം. തോമസ് തൊട്ടു, മക്കളെ മറിയം ഇങ്ങനെ കാലിൽ കെട്ടിപ്പിടിച്ചു, സ്ത്രീകൾ കെട്ടിപ്പിടിച്ചു. അവൻ ഒരു മത്സ്യം കഷ്ണം തിന്നു. തോമസിലേക്ക് അവന്റെ വിലാവിൽ കൈയിടാൻ പറ്റി. അപ്പൊ ഇതൊക്കെ മൂർത്തമായ സംഗതിയാണ്. അത് ആ തലമുറയ്ക്ക് മാത്രമല്ല, ദൈവം മനുഷ്യനായ ജീവിച്ച തലമുറയ്ക്ക് മാത്രമല്ല, ലോകാവസാനം സകല തലമുറകൾക്കും വേണ്ടി നൽകാൻ വേണ്ടിയാണ് അവൻ കൂദാശകളെ വിശേഷിച്ച് കുർബാന സ്ഥാപിച്ചത്. അതുകൊണ്ട് മനുഷ്യാവതാരത്തിന്റെ നൈരന്തരമാക്കപ്പെടലാണ് ഈ ലിറ്റർജി, ക്രൈസ്തവ ലിറ്റർജി, വിശേഷിച്ച് കത്തോലിക്ക ലിറ്റർജി. മനുഷ്യാവതാരത്തിന്റെ നൈരന്തരമാക്കപ്പെടൽ, പെർപച്വേഷൻ, ലോകാവസാനം വരെ. അതുകൊണ്ട് തന്നെയാണ് ഇത് വെറും ആചാരമാണെന്ന് ഈ എറണാകുളത്തെ വിമത വൈദികരും മുന്നേറ്റക്കാരും പറയുന്നത് കേട്ട് കുറെ പേര് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇത് ആചാരമാണ്. അവരുടെ വിചാരം ഇത് മറ്റ് മതത്തിൽ നടക്കുന്നത് പോലെ ഒരു ആചാരമാണെന്നാണ്. അപ്പൊ എന്റെ ഒരു ചോദ്യം ഇതാണ്, ഈ മറ്റ് മതത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ച് ഉത്ഥാനം ചെയ്തിട്ടുണ്ടോ?
ശ്രീരാമനോ ശ്രീകൃഷ്ണനോ ശ്രീബുദ്ധനോ മുഹമ്മദോ ആരെങ്കിലും മരിച്ചവൻ ഉത്ഥാനം ചെയ്തിട്ടുണ്ടോ? ഉത്ഥാനം ചെയ്ത് അവരാരെങ്കിലും ക്ലെയിം ചെയ്യുന്നുണ്ടോ? അവകാശപ്പെടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ ആചാരമാണ്. മറ്റു മതങ്ങളില് ക്രിസ്ത്യാനികൾക്ക് ആചാരമല്ല, പ്രത്യേകിച്ചും കത്തോലിക്കർക്ക്. കാരണം എന്താ? മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റു ക്രിസ്തു. അതുകൊണ്ട് അവൻ ജീവിക്കുന്നവനാണ്, ഇപ്പോഴും ജീവിക്കുന്നവനാണ്. അന്ന് ജീവിച്ചവൻ ഇപ്പോഴും ജീവിക്കുന്നവനാണ്. അവനെയാണ് കണ്ടുമുട്ടുന്നത്, കൂടിക്കാഴ്ച നടത്തുന്നത്. ഇത് സമാഗമം എന്ന് പറഞ്ഞാൽ വെറും തോന്നലല്ല, കാണല്ലേ, നമ്മള് സ്വീകരിക്കല്ലേ, ഒന്നാകല്ലേ. ഭാര്യ ഭർത്താവ് ഒന്നാകുന്നത് പോലെ ഒരു ഒന്നാകല്, അതിനേക്കാൾ ആഴപ്പെട്ട ഒന്നാകലില്ലേ ഈ കുർബാനയില്? അതാണ് ഈ സജീവവും ഊർജ്ജസ്വലവുമായ ബന്ധമെന്ന് പറയണേ. സജീവവും ഊർജ്ജസ്വലവും. മറ്റൊരു മത നേതാവിനും ഇതുപോലുള്ള സജീവ കൂടിക്കാഴ്ച നടത്താൻ കഴിയില്ല. കാരണം അവരാരും മരിച്ചവൻ ഉത്ഥാനം ചെയ്തിട്ടില്ല, ഇന്ന് ജീവിക്കുന്നില്ല. ദേവന്മാരാന്നൊക്കെ പറഞ്ഞു നടക്കാമെന്നല്ലാതെ അത് ഇന്ന് ജീവിക്കുന്നില്ല. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ക്രിസ്തുശാസ്ത്രം. ഈ കാരണത്താൽ തന്നെ പണ്ട് നടന്ന കാര്യങ്ങളിൽ വെറും ഒരു സ്മരണയല്ല, ഓർമ്മിക്കലല്ല കത്തോലിക്ക ലിറ്റർജി. ശൂന്യമായ ആചാരമല്ല. ലിറ്റർജിയുടെ കേന്ദ്രത്തിലുള്ളത് മരിച്ചവരിൽ ഉയർത്തവനും ഇന്നും ജീവിക്കുന്നവനുമായ ഈശോ തന്നെയാണ്. അവൻ ഇപ്പോഴും ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സഭയുടെ പ്രവൃത്തി ലിറ്റർജിയാകുന്നത്, കൂദാശയാകുന്നത്. ഇത് കൂദാശയല്ല, ലിറ്റർജിയല്ല എന്ന് പെന്തക്കോസ്തക്കാരോ യഹോവ സാക്ഷികളോ പറയുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് അവര് പരോക്ഷമായി പ്രസ്താവിക്കുകയാണ്. അതാണ് അവരുടെ പ്രശ്നവും. അവരിപ്പോഴും സ്നാപകന്റെ മാമോദിസ കൊടുക്കുന്നത് നദിയിൽ. ക്രിസ്തു നൽകിയ മാമോദിസ ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നവരോട് നിൽക്കാനാണ് പറഞ്ഞത്. ഉന്നതത്തിൽ വീണ്ടും ജനിക്കണമെന്നാണ് പറഞ്ഞത്. ഉന്നതത്തിൽ നിന്ന്, മുകളിൽ നിന്നാണ് വെള്ളം വീഴേണ്ടത്. കർത്താവിന്റെ പാർശ്വത്തിൽ നിന്ന്, തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ നിന്ന്. അതാണ് കത്തോലിക്ക പള്ളിയിൽ നടക്കണേ. അവര് പമ്പയിലും പെരിയാറിലും ഭാരതപ്പുഴയിലും കൊണ്ട് മാമോദിസ മുക്കുക. അപ്പൊ അയ്യപ്പനായിട്ട് മാറിയിരിക്കും. പമ്പയിലും പെരിയാറിലൊക്കെ പോയാലേ. പെന്തക്കോസ്തക്കാരുടെ ഞാൻ പറയണേ, വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞത് കർത്താവ് വീണ്ടും ജനിക്കണമെന്നല്ല പറഞ്ഞത്. വീണ്ടും ജനിക്കണമെന്ന് നിക്കദമസ് മനസ്സിലാക്കിയതാണ്. അനോഥൻ എന്ന വാക്കാണ് കർത്താവ് ഉപയോഗിച്ചത് നിക്കദമസിനോട്. അനോഥൻ എന്ന വാക്കിന് എഗെയിൻ എന്ന അർത്ഥമുണ്ട്, എബവ് എന്ന അർത്ഥമുണ്ട്, വീണ്ടും എന്ന അർത്ഥമുണ്ട്, ഉന്നതം എന്ന അർത്ഥമുണ്ട്. നിക്കദമസ് തെറ്റിദ്ധരിച്ചു വീണ്ടും ജനിക്കണമെന്ന്. അപ്പൊ പറഞ്ഞു, അയ്യോ അത് ഇച്ചിരി പ്രയാസമാണല്ലോ, ഞാൻ പ്രായമായ ആളാ, ഇനി അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി, ഞാനത് പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ്, അതാണ് ഉന്നതം. പരിശുദ്ധാത്മാവിലും ജലത്താലും, പരിശുദ്ധാത്മാവാകുന്ന ജലം നദിയിലെ വെള്ളമല്ല, ഭാരതപ്പുഴയിലെ വെള്ളമല്ല, കുളത്തിലെ വെള്ളമല്ല, കർത്താവിന്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജീവജലത്താൽ. ആ ജീവജലത്താലാണ് കത്തോലിക്ക പള്ളിയിൽ മാമോദിസ നടക്കണേ. അതുകൊണ്ട് മുകളിൽ നിന്ന് ഒഴിക്കുന്നത് വെള്ളം. ആദ്യത്തെ പെന്തക്കോസ്തയിൽ 3000 പേരെ മാനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിച്ചത്. എവിടെയായിരുന്നു അവിടെ പുഴയും കുളമൊക്കെ? ഈ പത്രോസ് പ്രസംഗിച്ച സ്ഥലത്ത് വെള്ളം തെളിക്കുകയായിരുന്നില്ലേ? പത്രോസ്? തീർച്ചയായിട്ടും നദിയിൽ മുങ്ങി മാമോദിസ സ്വീകരിക്കുന്നുണ്ട്. ആ രംഗങ്ങളുണ്ട്. അങ്ങനെ ആ സമയത്തും ശ്ലൈഹി പിന്തുടർച്ചയുള്ള ഒരാള് വേണം ആ വെള്ളത്തെ കർത്താവിന്റെ ജീവജലമാക്കി മാറ്റാൻ. കൗദാശിയെ പിന്തുടർച്ചയുള്ള ശ്ലൈഹിയെ പിന്തുടർച്ചയുള്ള ഒരാള് അവിടെ വേണം. അല്ലാതെ ആ വെള്ളം കർത്താവിന്റെ ജീവജലമാകില്ല. എത്ര ഗംഭീരമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് ഈ ഖണ്ഡികയില്. 1. 2, ക്രിസ്തുവും സഭയും തമ്മിൽ കൂടിക്കാഴ്ച. അതാണ് ക്രിസ്തു ദർശനം പറഞ്ഞത്. 2, ഈ ക്രിസ്തു സഭയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ ഉടമ്പടിയായിട്ട് ഉറപ്പിക്കുന്നത് ദൈവപിതാവാണ്. പുതിയ ഉടമ്പടി എന്ന വാക്ക് പുതിയ നിയമത്തിൽ കുർബാനയുമായി ബന്ധപ്പെടുത്തി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പുതിയ ഉടമ്പടി ക്രിസ്തുവിന്റെ അനുസരണമാകുന്ന അടിത്തറമേലാണ് ഈ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ തന്റെ അലംഘനീയമായ അനുസരണം കൊടുത്ത്, ആ അനുസരണമാണ് ബലി. ആ അനുസരണം കൊടുക്കുന്നതിനെയാണ് മരണം വരെ കൊടുക്കുന്നതാണ് കുരിശില്. അതുകൊണ്ടാണ് ബലി. അനുസരിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നത് ഗെത്സമൻ തോട്ടത്തില്. ഈ ഗെത്സമൻ തോട്ടത്തിലെയും കുരിശിലെയും ബലി മുൻപായിട്ട് കൊണ്ടുവന്നതാണ് അന്ത്യത്താഴത്തില്. അന്ത്യത്താഴത്തിൽ കുർബാന സ്ഥാപിച്ചു. പക്ഷെ കർത്താവ് കുർബാന ആദ്യമായിട്ട് അർപ്പിച്ചതെന്നാണ് എമ്മാവുസില്. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് ചെയ്ത ആദ്യത്തെ കാര്യം എന്താണ്? വിശുദ്ധ കുർബാന അർപ്പിക്കുക. എമ്മാവുസിലാണ്. പിന്നെ 40 ദിവസം അത് ആവർത്തിച്ചു. സ്ലീഹന്മാരുടെ നടപടി 1-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ. ഈ സംഗതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്, പുതിയ ഉടമ്പടി. അങ്ങനെ പുതിയ ഉടമ്പടിയായിട്ട് ഉറപ്പിക്കുന്നത് ദൈവപിതാവാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പുതിയ ഉടമ്പടിയായിട്ട് ഉറപ്പിക്കുന്നത്
കുർബാനയെ പുതിയ ഉടമ്പടിയായിട്ട് ഉറപ്പിക്കുന്നത് പിതാവായ ദൈവ. ഇതാണ് ദൈവത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഖണ്ഡികയിൽ. മൂന്നാമത്തത് റൂഹാശാസ്ത്രമാണ്, പരിശുദ്ധ റൂഹായെക്കുറിച്ച്. ഈ കൂടിക്കാഴ്ചയെ പുതിയ ഉടമ്പടിയായിട്ട് ഉറപ്പിക്കുന്ന ദൈവപിതാവാണെങ്കിലും ഈ കൂടിക്കാഴ്ച തരപ്പെടുത്തുന്ന ആരാണ്? പരിശുദ്ധ റൂഹയാണ്. പരിശുദ്ധ റൂഹ, അതായത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്നാണ്. ഉയർപ്പിക്കപ്പെട്ടു, വേറെ ആരോ ഉയർപ്പിച്ചു എന്നർത്ഥം. കർമ്മണി പ്രയോഗമാണ്. ആരാണ്? പരിശുദ്ധ റൂഹ. അത് പല ടെക്സ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും പൗലോസ്ലീഹ. പരിശുദ്ധ റൂഹായെ അയച്ചിട്ടാണ് ദൈവപിതാവ് പുത്രനെ എഴുന്നേൽപ്പിച്ചത്. അങ്ങനെ എഴുന്നേൽപ്പിച്ച ആ പരിശുദ്ധ റൂഹയാണ് സഭയെ ക്രിസ്തുവുമായിട്ട് കൂട്ടിച്ചേർക്കുന്നത്, പടുത്തുയർത്തുന്നത്, സഭയായി പടുത്തുയർത്തുന്നത്. ക്രിസ്തുവിനോട് ഒന്നിപ്പിക്കുന്നതും സഭയായി പടുത്തുയർത്തുന്നതും ഈ ദൈവത്തിന്റെ ശക്തിയായ ദൈവാത്മാവായ പരിശുദ്ധ റൂഹയാണ്. അങ്ങനെ അത് ചെയ്യുമ്പോൾ ക്രിസ്തുവുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ രണ്ട് സംഗതികൾ ഉണ്ടാകുകയാണ്. ഒന്ന്, അവർ ദൈവമക്കളായി ദത്തെടുക്കപ്പെടുന്നു. മനുഷ്യര് ദൈവമക്കളാന്ന് പറയുന്ന ഒരു പൊതു ധാരണ പറയുന്നെങ്കിലും, എല്ലാവരും ദൈവത്തിന്റെ മക്കളാന്ന് പറയുന്നെങ്കിലും ശരിക്കും മകനായിരിക്കുന്ന ഒരാളേ ഉള്ളൂ, അത് പുത്രൻ തമ്പുരാനാണ്. നമ്മൾക്ക് ദത്തെടുക്കപ്പെട്ട മക്കളാണ്. ആദാമിന്റെ പാപത്തിന് ശേഷം നമ്മൾ ദൈവമക്കളായിട്ടല്ല ജനിക്കുന്നത്. ദൈവഛായയിലാണ്, സ്വാഭാവിക ദൈവഛായ ഉണ്ട്, പക്ഷെ ധാർമ്മിക ഛായ ഇല്ല. ധാർമ്മികമായ ഛായ അത് വിച്ഛേദിക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ശരിക്കും ദൈവമക്കളായിട്ടില്ല, ദൈവമക്കളായി ദത്തെടുക്കപ്പെടുകയാണ്. അത് ഏകജാതനായ ഏകപുത്രനായ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് നമ്മൾ ഒട്ടിച്ചു ചേർക്കപ്പെടുമ്പോഴാണ് ദൈവം നമ്മൾ ദത്തെടുക്കപ്പെട്ട ദൈവമക്കളായി സ്വീകരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നത് പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനത്താലാണ്. ദൈവമക്കളായി രൂപാന്തരപ്പെടുത്തുന്നത് ദൈവപിതാവ്, നമ്മൾ ദൈവമക്കളായി സ്വീകരിക്കുന്നത്, അപ്പോൾ നാം ദൈവമക്കളായി രൂപാന്തരപ്പെടുന്നത് പരിശുദ്ധ റൂഹായുടെ ശക്തിയാലാണ്. എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ശരീരമായിട്ട് നമ്മുടെ ഒന്നാകല്, അത് നമ്മുടെ സഭയെന്ന ഒരു ക്രിസ്തുവിന്റെ ശരീരം, സജീവ ശരീരം എന്ന സഭയായിട്ട് മാറ്റും. അതിന്റെ കാര്യകർത്താവ്, ഏജന്റ് പരിശുദ്ധ റൂഹയാണ്. ക്രിസ്തുവിൽ പ്രവർത്തിച്ച, മറിയത്തിൽ പ്രവർത്തിച്ച, സ്ലീഹന്മാരെ പ്രവർത്തിച്ച അതേ പരിശുദ്ധ റൂഹ. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, ദൈവപിതാവിനെ കുറിച്ച് പറഞ്ഞു, പരിശുദ്ധ റൂഹായെ കുറിച്ച് പറഞ്ഞു. ഇനി സഭയെക്കുറിച്ച്. ചിതറിക്കിടക്കുന്ന മനുഷ്യവംശത്തെയും ചിതറിക്കിടക്കുന്ന സത്യവിശ്വാസികളെയും ക്രിസ്തുവിന്റെ ഏക ശരീരമാക്കി തീർക്കുന്നത് കത്തോലിക്ക ലിറ്റർജിയാണ്, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന. നമുക്ക് പെട്ടെന്ന് എളുപ്പം മനസ്സിലാകുന്ന ഒരു കാരണം പറയാം. എല്ലാവരും, പള്ളി വരുന്ന എല്ലാവരും ഭക്ഷിക്കുന്നത് ഒരേ കർത്താവിന്റെ ശരീരമല്ലേ? ഒരേ ഒരു കർത്താവല്ലേ ഉള്ളൂ, ഒരേ ഒരു കർത്താവിന്റെ തിരരക്തമല്ലേ? അപ്പൊ എല്ലാവരും സ്വീകരിക്കുന്ന ഒരേ ഒരു കർത്താവിന്. അപ്പൊ നമ്മളെല്ലാവരും അവന്റെ ശരീരമായിട്ട് രൂപാന്തരപ്പെടുകയല്ലേ? വെറും ആശയത്തിലല്ല, ഭാവനയിലല്ല, ശരിക്കും നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന ഒരേ ഒരു കർത്താവിനെയാണ്, അവന്റെ മാംസവും രക്തവുമാണ്. അപ്പൊ നമ്മളെല്ലാം അവന്റെ ശരീരമായി ശരിക്കും രൂപാന്തരപ്പെടുകയല്ലേ? അവന് യഥാർത്ഥ ശരീരമായി മാറുകയല്ലേ? അതിനാൽ അയഞ്ഞ ഒരു ഗ്രൂപ്പല്ല സഭ, ഒരൊറ്റ ജൈവിക സ്വത്വമാണ്, an ഓർഗാനിക് ബോഡി. ക്രിസ്തുവിന്റെ ശരീരം എന്നാണ് വിളിക്കുന്നത്. ക്രിസ്തുവിന്റെ ശരീരം അത് കുർബാന മാത്രമല്ലോ, നമ്മളെല്ലാം ക്രിസ്തുവിന്റെ ശരീരമല്ലേ, ജീവനുള്ള ശരീരം. അതിനെയാണ് നമ്മൾ മിസ്റ്റിക്കൽ ബോഡി, ആത്മീയ ശരീരം എന്ന് പറയുന്നത്. മിസ്റ്റിക്കൽ ബോഡി, ക്രിസ്തുവിന്റെ മിസ്റ്റിക്കൽ ബോഡിയാണ് നമ്മൾ. കാരണം അവന്റെ യഥാർത്ഥ ശരീരവും അവന്റെ യഥാർത്ഥ രക്തവും നമ്മൾ കുടിക്കുന്നു, നമ്മൾ ഭക്ഷിക്കുന്നു. ഒരേ ഒരു കർത്താവിനെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഇതാണ് സഭ എന്ന് പറയുന്നത്. സഭ ഒരു ആരാധന സമൂഹമാണ് നമ്മൾ പറയും. വെറൊരു മത ക്ലബ് അല്ല, ഒരു സാമൂഹിക സാംസ്കാരിക സമ്മേളനമല്ല. അതൊന്നുമല്ല സഭയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്യപ്പെടേണ്ടത്, അതൊക്കെ വേണം, അതല്ലെങ്കിൽ ഇതിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാണ്. ഫോക്കസ് ചെയ്യപ്പെട്ടത് ഈ സഭ എന്നത് ക്രിസ്തുവിന്റെ ശരീരമായി മാറ്റപ്പെടുന്ന, പടുത്തുയർത്തപ്പെടുന്ന ആ ദൈവിക നിമിഷമാണ്, ദൈവിക മണിക്കൂറാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. എന്താണ്? വിപ്ലവാത്മകമായ അതിശയിക്കല്, മാനസികമായ സകല മതിലുകളെയും പൊളിച്ചു കളയുകയാണ് കത്തോലിക്ക ലിറ്റർജി. വംശം, ഗോത്രം, വർഗം, ദേശരാഷ്ട്രം, ജാതി, വർണ്ണം, സംസ്കൃതി, പദവി, അന്തസ്സ്, സമ്പത്ത്, എല്ലാത്തിനെയും ഇത്തരം ബന്ധങ്ങളെയൊക്കെ, മാനുഷിക ബന്ധങ്ങളൊക്കെ അതിശയിക്കുന്ന അതിസ്വാഭാവിക യാഥാർത്ഥ്യം, അതിസ്വാഭാവിക ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ട്രംപ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും ഇംഗ്ലണ്ടിലെ രാജാവാണെങ്കിലും ഒക്കെ പള്ളിയില്, പോളണ്ടിലെ മുമ്പത്തെ പ്രസിഡന്റ്, അദ്ദേഹം എന്നും എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്ന ആളാണ്.
അദ്ദേഹം പ്രസിഡന്റായി പ്രസിഡന്റായി ചാർജ് എടുക്കുന്നതിന് മുമ്പ് കുർബാൻ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അച്ഛന്റെ കയ്യിൽ നിന്നും തിരുവോസ്തി നിലത്തേക്ക് വീണു. സ്വാഭാവികമായിട്ട് അദ്ദേഹം, അതായത് അച്ഛന്മാരാണ് എടുക്കുക, പക്ഷെ അദ്ദേഹം ഒരു റിഫ്ലക്സ് ആക്ഷനിൽ അദ്ദേഹം തന്നെ തിരുശരീരം എടുത്തിട്ട് അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തു. ശരിക്കും അച്ഛൻ തന്നെയാണ് എടുക്കേണ്ടത്, പക്ഷെ അങ്ങനെ അത് പ്രസിഡന്റ് അങ്ങനെ ചെയ്തു. അപ്പോൾ പത്രത്തിലൊക്കെ വാർത്ത വന്നത് ദ പ്രസിഡന്റ് ഹാസ് ലിഫ്റ്റഡ് ദ ലോർഡ് എന്നാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തെയും അദ്ദേഹം ലിഫ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് വാർത്ത വന്നത്. അദ്ദേഹം സ്ഥിരമായി പള്ളി പോകുന്നതാണ് എല്ലാ ദിവസവും. ഇന്ത്യയിൽ മുംബൈയിൽ വന്നപ്പോഴും അദ്ദേഹം കത്തോലിക്ക പള്ളിയിൽ പോയി. കത്തോലിക്കനാണ്, എല്ലാ ദിവസവും കത്തോലിക്ക ദേവാലയത്തിൽ പോകുന്ന ആളാണ്. പോളണ്ടിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആള് ദൂത എന്ന് പറയും. എല്ലാ ദിവസവും അദ്ദേഹം പള്ളിയിൽ പോകും, എല്ലാവരും കൂടെ നിന്നിട്ടാണ്. കാരണം എന്താ, വർഗോ പദവിയോ അന്തസ്സോ പണമോ വംശോ യാതൊന്ന് കളറോ ഒന്നും തന്നെ അവിടെ അത്തരം മാനുഷികമായ സകല ബന്ധങ്ങളെയും മതിലുകളെയും പൊളിച്ചു കളയാണ് ഈ ലിറ്റർജി എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലും? നമ്മുടെ ഈ സീറോ മലബാർ സഭയിൽ ജാതി ഉണ്ടോ? ഇല്ലല്ലോ. എന്തേ? സീറോ മലങ്കര സഭയിൽ ജാതി ഉണ്ടോ? ഇല്ലല്ലോ. എന്തേ? അതിനെല്ലാം അതിശയിക്കുകയാണ്. അപ്പൊ എല്ലാത്തിനെയും അതിശയിക്കുന്ന ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്. അതൊരു വിപ്ലവാത്മകമായി അതിശയിക്കല. നമ്മൾ ലോകത്തെ മുഴുവൻ ഏറ്റവും അട്രാക്ട് ചെയ്യപ്പെടുന്നതിന് കാരണം എന്താ? എന്തിനാണ് ഈ ഓരോ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ക്രിസ്ത്യാനി വളരെ ചെറിയൊരു മൈനോറിറ്റി അല്ലേ ക്രിസ്ത്യാനികൾ? എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റും ലോകത്തുള്ള പല ഗവൺമെന്റുകളും ക്രിസ്ത്യാനികൾ ഇങ്ങനെ ദ്രോഹിക്കാനായിട്ട് ശ്രമിക്കുന്നത്? നമ്മൾ ആരെ ആക്രമിക്കാൻ പോകാത്തൊരു സമുദായമാണ്. എന്തിനാ ഇവർക്ക് എല്ലാവർക്കും നമ്മളോട് ഇത്ര വെറുപ്പ്, ദേഷ്യം? എന്തിനാണ് നമ്മുടെ ഈ സൈക്യാട്രിക് പേഷ്യൻസിനെ നോക്കുന്ന സ്ഥലങ്ങൾ, വയോവൃദ്ധരെ നോക്കുന്ന സ്ഥലങ്ങൾ, ഉപേക്ഷപ്പെട്ട കുഞ്ഞുങ്ങൾ നോക്കുന്ന സ്ഥലങ്ങൾ, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, സർക്കാർ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നമ്മളെ പീഡിപ്പിക്കുന്ന എന്തിനാ? നമ്മുടെ ഈ സ്നേഹമുണ്ടല്ലോ, ദൈവസ്നേഹം നമ്മൾ പകർന്നു കൊടുക്കുന്ന രീതി, അത് കണ്ടവർ ഞെട്ടിപ്പോവുകയാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോ ഈ മുസ്ലിം പള്ളിയുടെ മുമ്പിലൊക്കെ ഖുർആൻ വചനം എഴുതി വെച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് അവർ തുടങ്ങിയത്. നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മതിലുകളിൽ എഴുതി, അത് കരിസ്മാറ്റിക് ധ്യാനത്തിന്റെ ഒരു നല്ല ഫലമായിരുന്നു. അത് നമ്മുടെ തിരുവചനങ്ങൾ എഴുതി വെച്ചപ്പോൾ അവർക്കത് ഇതായി. ഇപ്പോൾ നമുക്ക് കുടുംബയോഗങ്ങളാണ് മറ്റു പല മതങ്ങളും കൊണ്ടു നടക്കുന്നത്. നമുക്കത് ആദിമസഭയിൽ കിട്ടിയതാണ്. ആദിമസഭയിൽ 2000 വർഷം പഴക്കമുണ്ട്. നമ്മുടെ നാട്ടിൽ BCCയും ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും കുടുംബ യൂണിറ്റൊക്കെ ഉണ്ടായത് പിന്നീടാണ്. പക്ഷേ ആദിമസഭ തൊട്ട് ഈ കുടുംബ യൂണിറ്റിലുണ്ടായിരുന്നു. ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ട്. സ്ലീഹന്മാരുടെ നടപടി നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. ചൊവ്വാഴ്ച ദിവസം നമ്മൾ ധ്യാനിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു വിപ്ലവകരമായ അതിശയിക്കൽ കാരണമാണ് ആരെയും ഉപദ്രവിക്കാത്ത ക്രിസ്ത്യാനികളെ എല്ലാവരും ആക്രമിക്കുന്നത്. സർക്കാരുകളും അല്ലേ, മറ്റ് ഭരണാധികാരികളും ഒക്കെ. കാരണം നമ്മുടെ സ്നേഹം ഭയങ്കര ചലഞ്ചിങ് ആണ്. എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഈ ധ്യാനങ്ങളിലും പിന്നെ പള്ളികളിലൊക്കെ അച്ഛന്മാരെ മിക്കവാറൊക്കെ പറയുമ്പോൾ എനിക്കൊരു പേടി തോന്നിയ സംഗതി, നമ്മുടെ കുടുംബം തന്നെ നരകം പോലെയാണ് അവർ അവതരിപ്പിക്കണേ. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ എന്താണ് ഇത്ര പ്രശ്നങ്ങൾ? നമ്മുടെ കുടുംബങ്ങളിൽ എന്താണ് ഇത്ര മാത്രം പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഭയങ്കരമായ നരകാവസ്ഥ ഉള്ള പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. ധ്യാനഗുരുക്കന്മാർ പറയുമ്പോൾ നമ്മുടെ തകർച്ചകളിലേക്ക്, ബന്ധങ്ങളിലേക്ക്, മദ്യപാന ആസക്തിയിലേക്ക്. തീർച്ചയായിട്ടും മദ്യപാനം പ്രശ്നമാണ്, അതൊക്കെയുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ നരകാവസ്ഥ എന്ന് പറയാൻ മാത്രം ഉണ്ടോ നമ്മുടെ കുടുംബങ്ങളിൽ? ഇല്ലെന്നാണ് എന്റെ പക്ഷം. കിട്ടിയതൊക്കെ നമുക്ക് ബോണസ് അല്ലേ? നമുക്ക് അനുഗ്രഹമല്ലാതെ എന്താണ് കിട്ടിയിരിക്കുന്നത്? രോഗമാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, എന്തുമാകട്ടെ, അതെല്ലാം അനുഗ്രഹമല്ലേ? ആ തരത്തിൽ അനുഗ്രഹമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ, കാഴ്ചപ്പാടൊന്ന് മാറ്റി നോക്കിയേ. ഇതെല്ലാം തിന്മയാണെന്നുള്ള ചിന്തിക്കാതെ ഇതൊക്കെ നന്മയാണ്, രോഗം നന്മയാണ്, ഈ പ്രതിസന്ധി നന്മയാണ്, തകർച്ച നന്മയാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. അതിന് നന്മ കാണാൻ ശ്രമിക്കൂ. വ്യത്യാസം വരും. ഇതാണ് ഈ അതിശയിക്കൽ എന്ന് പറയുന്നത്. ലിറ്റർജിയിൽ സംബന്ധിക്കുന്നവർ അങ്ങനത്തെ അതിശയിക്കൽ കടക്കണം. ആരാധനയിൽ കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് കുടുംബം മുഴുവൻ നരകമാണെന്ന് കർത്താവിനോട് പറയരുത്. കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് കുടുംബത്തിൽ മുഴുവൻ നരകാവസ്ഥയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കർത്താവിനോട് മിണ്ടേണ്ട സമയമാണ്. കർത്താവ് നമ്മളിട്ട് ഒന്നായി ചേർന്നതിന് ശേഷമാണ് കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത്. കർത്താവ് നമ്മുടെ ദൈവമായിട്ട് നമ്മൾ ഒന്നായി തീർന്നിട്ട് നമുക്ക് വീട്ടിലൊക്കെ നരകാവസ്ഥയാണ്, നമ്മളൊക്കെ നരകാവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞാൽ, ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ അത് ഉൾക്കൊള്ളാൻ വല്ലാത്ത പ്രയാസം. എല്ലാത്തിനെയും അനുഗ്രഹമായിട്ട് കാണാൻ, നന്മയായിട്ട് കാണാൻ പഠിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിയുടെ ഈ അതിശയിക്കൽ കൊണ്ട് ഞാൻ മനസ്സിലാക്കണേ. അവിടെ വർണ്ണോ വർഗോ ലിംഗവ്യത്യാസം ഒന്നും തന്നെ നമ്മളെ അലട്ടുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം.
ക്രിസ്തുവും സഭയും ഒരേ സമയത്താണ് ലിറ്റർജിയിൽ പ്രവർത്തിക്കണേ, ഒരേ സമയത്ത്. അപ്പൊ നമുക്കൊരു പ്രശ്നം നമ്മൾ ലിറ്റർജിയിൽ ശ്രദ്ധിച്ച് കാണും. നിങ്ങൾ സീറോ മലബാർ ലിറ്റർജിയിൽ പ്രത്യേകിച്ചും അങ്ങ് എന്ന് ചിലർക്ക് ഉപയോഗിക്കും, നീ എന്ന് ചിലർക്ക് ഉപയോഗിക്കും. നീ എന്ന് പറയുമ്പോൾ കർത്താവിനെ യേശുക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ നീ എന്നാണ് പറയുക. ദൈവപിതാവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ അങ്ങ്. അപ്പൊ ചിലർക്ക് നീ എന്നും ചിലർക്ക് അങ്ങ് എന്നും കാണുന്ന കുർബാന പ്രാർത്ഥനയിൽ. എന്തുകൊണ്ടാണിത്? ഈ മഹാപുരോഹിതനും ഏക മധ്യസ്ഥനും എന്ന നിലയിൽ ക്രിസ്തുവാണ് മുഖ്യ കാർമ്മികൻ ലിറ്റർജിയുടെ. മഹാപുരോഹിതനും ഒരു പുരോഹിതനേ ഉള്ളൂ, യേശുക്രിസ്തു എന്ന ഒരു പുരോഹിതനേ ഉള്ളൂ. നമ്മൾ പുരോഹിതന്മാരെന്ന് വൈദികരെന്ന് വിളിക്കുന്നവരൊക്കെ ശുശ്രൂഷകരാണ്. ഇത് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ പറയണേ. തോമസ് അക്വിനാസ് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ. ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അപ്പം മഹാപുരോഹിതനും ഏക പുരോഹിതനും ഏക മധ്യസ്ഥനും എന്ന നിലയിൽ ക്രിസ്തുവാണ് മുഖ്യ കാർമ്മികൻ ലിറ്റർജിയുടെ. അതിനാൽ ക്രിസ്തു എന്ന ആളാണ് ഈ ലിറ്റർജി സമർപ്പിക്കുന്നത് ദൈവപിതാവിന്. തന്റെ തന്നെ ശരീരം കൊടുക്കുകയാണ് പിതാവിന്, തന്റെ തന്നെ ജീവൻ കൊടുക്കുകയാണ്. അതാണ് രക്തം എന്ന് പറയണേ. പിതാവായ ദൈവത്തിനാണ് കൊടുക്കുന്നത്. ആ പിതാവായ ദൈവത്തിന് തന്നെ കൊടുക്കുമ്പോൾ നിങ്ങളത് വാങ്ങി ഭക്ഷിക്കുക, നിങ്ങൾ അതിന് വാങ്ങി കുടിക്കുക എന്ന് പിതാവ് നമ്മളോട് പറയുകയാണ് ക്രിസ്തുവിന്റെ വാക്കുകളിലൂടെ. അപ്പൊ യേശുക്രിസ്തു എന്ന ആളാണ് കൂടിക്കാഴ്ചയുടെ ഇടം. യേശുക്രിസ്തു ആളാണ് കൂടിക്കാഴ്ചയുടെ ഇടം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഒന്ന്, മുഖ്യ കാർമ്മികൻ യേശുക്രിസ്തുവാണ്. പക്ഷെ ദൈവപിതാവ് പറയുന്നത് ഇവനെ വാങ്ങി ഭക്ഷിക്കുക, ഇവനെ വാങ്ങി കുടിക്കുക. അപ്പോ അവനാണ് കൂടിക്കാഴ്ചയുടെ ഇടം. ഈ ഇരട്ട സത്യം ഒരിക്കലും മറക്കരുത്. ചില പ്രാർത്ഥനകൾ ക്രിസ്തുവിനോട് സംബന്ധി ചെയ്യുമ്പോൾ ദൈവപുത്രൻ എന്ന നിലയിലാണ്, ദൈവം തന്നെ പുത്രൻ എന്ന നിലയിലാണ്. ചില പ്രാർത്ഥനകൾ അങ്ങനെയല്ല, ക്രിസ്തു എന്ന ആള് ദൈവപിതാവിനെ അഭിസംബോധന ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കും. അപ്പൊ ക്രിസ്തു എന്ന ആ ആൾക്ക് രണ്ട് സ്വഭാവമുണ്ട്, ദൈവ സ്വഭാവമുണ്ട്, മനുഷ്യ സ്വഭാവമുണ്ട്. ഇത് രണ്ടും റിഫ്ലക്ട് ചെയ്യുന്നതാണ് ലിറ്റർജി. അവൻ മഹാപുരോഹിതനും ഏക പുരോഹിതനും ഏക മധ്യസ്ഥനും എന്ന നിലയിൽ തന്നെ ദൈവപിതാവിന് സമർപ്പിക്കുന്നു മുഖ്യ കാർമ്മികനായിട്ട്. പക്ഷേ അപ്പൊ ദൈവപിതാവ് നമ്മളോട് സഹകാർമ്മികരായിട്ടും ഈ പങ്കെടുക്കുന്നവരോടും പറയാണ്, ഇവൻ തന്നെയാണ് കൂടിക്കാഴ്ചയുടെ ഇടം, അതുകൊണ്ട് അവന് നിങ്ങൾ മറ്റേ ഒന്നാകുക. അപ്പൊ ഈ രണ്ട് സംഗതികൾ അവിടെ നടക്കുകയാണ്. അപ്പൊ ദൈവപിതാവ് അല്ലെ, ദൈവം എന്ന നിലയിൽ ക്രിസ്തുവോട് നിൽക്കുന്നുണ്ട്. നമ്മുടെ മനുഷ്യരുടെ പ്രതിനിധി എന്ന നിലയിൽ മഹാപുരോഹിതനായി ഏകമധ്യസ്ഥനായി അവിടെ നിൽക്കുന്നുണ്ട്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഒരേ സമയത്ത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ക്രിസ്തുവും സഭയും ഒരേ സമയത്താണ് ലിറ്റർജിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത്. ചിലപ്പോൾ സഭയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കും, ചിലപ്പോൾ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കും ഒരേ ലിറ്റർജിയിൽ. അപ്പൊ ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്നത് കൊണ്ട് അപ്പോ അവിടെ നമുക്ക് ലോജിക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ലോജിക്കുണ്ട്, ഇതാണ് ലോജിക്ക്. എന്താണ് ലോജിക്ക്? അവൻ ദൈവമാണ്, അവൻ മനുഷ്യനാണ്. അവൻ ദൈവവും മനുഷ്യനുമാണ് ഒരേ സമയം. അതിന്റെ ആ രണ്ട് ദൗത്യങ്ങളും അവനുണ്ട്. ആ രണ്ട് ദൗത്യങ്ങളും ലിറ്റർജിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാർത്ഥന എന്താണ് ഇങ്ങനെ, മറ്റൊരു പ്രാർത്ഥന എന്താണ് ഇങ്ങനെ ചോദിച്ചാൽ അത് ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് സംഗതി നടക്കുന്നത്. അവൻ ദൈവമാണ്, അവൻ മനുഷ്യനാണ്. അവൻ ഏക പുരോഹിതനാണ്, മഹാപുരോഹിതനാണ്, ഏക മധ്യസ്ഥനാണ്. അതേസമയം അവൻ തന്നെയാണ് ദൈവം. അവൻ തന്നെ ദൈവം തന്നെയായ പുത്രൻ. അവനാണ് ഈ ദൈവമനുഷ്യ സമാഗമത്തിന്റെ ഇടം, കേന്ദ്രം. അവനുമായിട്ട് നമ്മൾ ഒന്നാകുമ്പോൾ ദൈവമായിട്ട് ഒന്നാകുകയാണ്. ഇതാണ് നമ്മളെല്ലാ അർത്ഥത്തിലും അതിശയിപ്പിക്കുന്നത്. അതായത് എല്ലാ ബന്ധങ്ങളെയും മാനുഷിക ബന്ധങ്ങളെയും അതിശയിപ്പിക്കുന്ന ബന്ധമായിട്ട് ലിറ്റർജി മാറുന്നത്. അതിനാൽ ഈ ലിറ്റർജി ഇത് വളരെ കുറച്ചു പേരാണ് കേൾക്കുന്നത്, വളരെ കുറച്ചു പേരാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലായാലും അത് അന്നതും ജീവിക്കാൻ ശ്രമിക്കുന്നത് വളരെ കുറച്ചു പേരാണ്. എങ്കിലും ഇത് ആ കുറച്ചു പേരോടെങ്കിലും പറയണമെന്നും ഈ വീഡിയോ ഒക്കെ പലർക്കും കൊടുത്ത് എന്താണ് ലിറ്റർജി സംഭവിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കണമെന്നും ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ക്രിസ്തീയ ലിറ്റർജി അത് അതുല്യമാണ്, മറ്റൊന്നുമായും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം അതുല്യം. അത്ര വലിയ അതിസ്വാഭാവിക ബന്ധമാണ് അത് സൃഷ്ടിക്കുന്നത്. ദൈവമനുഷ്യ കൂടിക്കാഴ്ചയാണ് അതിലൂടെ സംഭവിക്കുന്നത്. നാം ക്രിസ്തുവിന്റെ സജീവ ജീവനുള്ള ശരീരമായി രൂപാന്തരപ്പെടുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.